ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് ഏത് സൈഡ് ഡിഷിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കിയാലോ. അതിപ്പം മട്ടനോ ബീഫോ ചിക്കനോ അതുപോലെ തന്നെ ഏതെങ്കിലും വെജിറ്റേറിയൻ ഗ്രേവികളോ പനീർ കറിയോ അതിൻ്റെ കൂടെയൊക്കെ പറ്റുന്ന ഒരു റൈസാണ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ 3 കപ്പ് റൈസിൻ്റെ ചോറാണ് ഉണ്ടാക്കുന്നത്. ആ 3 കപ്പ് അരി, ബസ്മതി അരി നമുക്കൊന്ന് കുതുക്കാനായിട്ട് ഇട്ട് വെക്കണം. അത് കഴിഞ്ഞൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ ഓയിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഗീയുടെ അളവ് അങ്ങനെ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഗീ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് 2 മീഡിയം സൈസ്ഡ് ഓണിയൻ അരിഞ്ഞിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് കിസ്മിസും കൂടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇതൊക്കെ ഗാർണിഷിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് അതേ ഓയിലിലേക്ക്, ആ ഗീയിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കറുവാപ്പട്ട, കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, 2 തക്കോലം, 2-3 ബേ ലീവ്സ്, ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്യാരറ്റും ബീൻസുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പീസ്, മട്ടർ അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ക്യാരറ്റും ബീൻസുമാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അരമണിക്കൂർ കുതിർത്ത് പിന്നെ വെള്ളം തോരാനായിട്ട് വെച്ചിരുന്ന റൈസ്, 3 കപ്പ് ബസ്മതി റൈസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് ഈ വെജിറ്റബിളിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈസ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകത്തൊന്നുമില്ല, അധികം വെന്തു പോവുകയുമില്ല. അപ്പം ഒരു 4 to 5 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ചൂടാകുന്നിടം വരെ അത് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ 3 കപ്പ് റൈസ് അല്ല എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഡബിൾ 6 കപ്സ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. മിക്ക റൈസിനും ഈ ഡബിൾ എമൗണ്ട് വെള്ളം മതിയാവുന്നതാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, ശകലം കുറഞ്ഞോ കൂടിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. എന്തായാലും മിക്ക റൈസിനും ഇരട്ടി വെള്ളം ഒഴിച്ചാൽ നല്ല റൈസ് ഉണ്ടാക്കി കിട്ടുന്നതാണ്. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യണം. 15 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും കാഷ്യൂനട്ടും കിസ്മിസും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. പിന്നെയും അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ദം ഇടണം. എന്നാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആകത്തുള്ളൂ. ഈ സമയമെല്ലാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് കേട്ടോ, കാരണം വെള്ളം തീരെ ഇല്ലല്ലോ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ആവി കയറി എല്ലാം ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ സ്പെഷ്യൽ റൈസ് റെഡി ആവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ഇനി ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ റൈസും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കുക. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കും, അതുപോലെയൊക്കെ തന്നെയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക.
ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള അടിപൊളി ഈസി റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.